നമസ്കാരം. ഓൺലൈൻ മീഡിയ ആങ്കർമാരുടെ കാലമാണിത്. സെലിബ്രിറ്റികളെക്കാൾ കൂടുതൽ ആങ്കർമാരുണ്ടെന്ന് തോന്നിപ്പോകുന്നതാണ് ഇന്നത്തെ സാഹചര്യം. പലരും കുറച്ച് ജനശ്രദ്ധ ലഭിക്കുമ്പോഴേക്കും സ്വയം സെലിബ്രിറ്റി ചമയുകയും ചെയ്യുന്നു. പോഡ്കാസ്റ്റുകളും ഇന്ന് നിരവധിയാണ്. അതേസമയം വിരലെണ്ണാവുന്ന ആങ്കർമാരും മാത്രമേ പ്രേക്ഷകർ കണക്കിലെടുത്തിട്ടുള്ളൂ. ആങ്കറിംഗ് രംഗത്ത് വർഷങ്ങളുടെ അനുഭവ സമ്പത്ത് പേളിമാണിക്കുണ്ട്. ഇന്ന് സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ നിരവധി താരങ്ങളുടെ ഇന്റർവ്യൂയും പ്രേക്ഷകരിൽ എത്തിക്കുന്നുണ്ട്. എന്നാൽ പേളിമാണി വളർന്നത് മലയാളത്തിലെ ഏറ്റവും മികച്ച ആങ്കറായിരുന്ന രഞ്ജിനി ഹരിദാസിന്റെ അഭാവത്തിലാണ്. ഒരു കാലത്ത് തരംഗം സൃഷ്ടിച്ച രഞ്ജിനിക്ക് പിന്നീട് കരിയറിൽ വീഴ്ച വന്നു. ടെലിവിഷൻ ഷോകളിൽ രഞ്ജിനിയെ കാണാതായി. ബിഗ് ബോസ് മലയാളം 1ാം സീസണിൽ രഞ്ജിനിയും പേളിമാണിയും മത്സരാർത്ഥികളായി എത്തിയിരുന്നു. ഷോയിലൂടെ രഞ്ജിനിക്ക് വന്നത് നെഗറ്റീവ് ഇമേജാണ്. എന്നാൽ പേളിമാണി വൻ ജനപ്രീതി നേടി. ഈ ജനപ്രീതി പേളി നന്നായി ഉപയോഗിച്ചു. യൂട്യൂബ് ചാനലിലൂടെ കേരളത്തിലെ ഏറ്റവും താരമൂല്യമുള്ള ഇൻഫ്ലുവൻസറായി മാറി. അതേസമയം മറുവശത്ത് രഞ്ജിനി ലൈം ലൈറ്റിൽ നിന്നും അകന്നു. അഭിമുഖങ്ങൾക്ക് പോലും രഞ്ജിനി അക്കാലത്ത് മുഖം കൊടുത്തിരുന്നില്ല. യൂട്യൂബ് ചാനൽ കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടില്ല. ഏറെക്കാലത്തിന് ശേഷം കഴിഞ്ഞ വർഷം ധന്യ വർമ്മയുടെ ഷോയിലാണ് രഞ്ജിനി മനസ്സ് തുറന്ന് സംസാരിച്ചത്. കരിയറിൽ ശക്തമായ തിരിച്ചുവരവിനുള്ള ശ്രമത്തിലാണ് രഞ്ജിനി ഹരിദാസ് ഇപ്പോൾ. രഞ്ജിനിയുടെ പുതിയ ഷോ പ്രേക്ഷകരിൽ എത്തിക്കാൻ പോവുകയാണ്. ദ ഗ്രീൻ റൂം എന്നാണ് ഷോയുടെ പേര്. വർഷങ്ങൾക്ക് ശേഷം പ്രിയ അവതാരിക ഓൺലൈൻ മീഡിയ രംഗത്തേക്ക് വരുമ്പോൾ പ്രേക്ഷകർക്ക് പ്രതീക്ഷകൾ ഏറെയാണ്. അതേസമയം പേളിമാണിയുടെ ഷോയുടെ ആളുകൾ അതൃപ്തി പ്രകടിപ്പിച്ച് തുടങ്ങിയിരിക്കുകയാണ്. രഞ്ജിനി ഹരിദാസിന്റെ വരവ് ഇതിനിടയിലാണെന്നുള്ളത് ശ്രദ്ധേയം. ഫാമിലി വ്ലോഗ് പോലെയാണ് പേളി തന്റെ അഭിമുഖങ്ങളെയും കൈകാര്യം ചെയ്യുന്നതെന്ന് കഴിഞ്ഞ കുറച്ചു നാളുകളായി സോഷ്യൽ മീഡിയയിൽ അഭിപ്രായമുണ്ട്. തുടക്കത്തിൽ രസകരമായി തോന്നിയെങ്കിലും തന്റെ എല്ലാ ഇന്റർവ്യൂകളിലും ഭർത്താവിനെയും കുട്ടികളെയും കുറിച്ച് പേളി സംസാരിക്കുന്നെന്നും വന്നിരിക്കുന്ന അതിഥിയെക്കുറിച്ച് അറിയുന്നതിനേക്കാൾ തന്റെ കാര്യങ്ങൾ സംസാരിക്കാനാണ് പേളിമാണിക്ക് താല്പര്യമെന്നും വാദമുണ്ട്. സായി പല്ലവി വന്നപ്പോൾ തന്റെ മകളെ ഇന്റർവ്യൂവിനിടയിലേക്ക് പേളി കൊണ്ടുവന്നു. സുജാതയും ശ്വേതാമേനോനും വന്നപ്പോൾ ഭർത്താവിനെ കുറിച്ച് പറഞ്ഞ പേളി കരഞ്ഞു. എന്തിന് ശ്രീനിഷിനെ കുറിച്ച് എല്ലാ ഇന്റർവ്യൂകളിലും സംസാരിക്കുന്നെന്ന് പലരും വിമർശിക്കാറുണ്ട്. പക്ഷെ അത്രയും സപ്പോർട്ട് തരുന്ന ശ്രീനിഷിനെ കുറിച്ച് തനിക്ക് സംസാരിക്കാതിരിക്കാൻ എങ്ങനെ പറ്റുമെന്നാണ് പേളി ചോദിച്ചത്. ആരാധകർ ഏറ്റുപിടിച്ചെങ്കിലും അന്ന് ആ ഷോയിൽ ചർച്ചയായത് അതിഥികളായി വന്ന സുജാതയും ശ്വേതയുമല്ല. അങ്ങനെ നിരവധി സംഭവ വികാസങ്ങൾ അരങ്ങേറുന്നതിന് ഇടയിലാണ് രഞ്ജിനിയുടെ വരവെന്നതാണ് ശ്രദ്ധേയം.